നമസ്കാരം. ഇപ്പോൾ ലോക്സഭയും കടന്ന് രാജ്യസഭയും കടന്ന് വഖഫ് ഭേദഗതി ബിൽ കേന്ദ്രം പാസ്സാക്കിയിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ വലിയ കോളിളക്കം. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ എം പിമാരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള തർക്കമായിരുന്നു സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മാസങ്ങളായി മുനമ്പത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ആദ്യമൊന്നും മുനമ്പത്ത് വലിയ രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധ അവിടേക്ക് പിടിച്ചു പറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നീടാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അങ്ങോട്ട് എത്തുന്നു. അതിന് പിന്നാലെയാണ് പല ആളുകളും അങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ മുനമ്പത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് കുറച്ചും കൂടെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഏതായാലും ഇനിയിപ്പോൾ രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ഇനി അത് നിയമമാവും. അപ്പോൾ ഇനി അനുസരിക്കുക മാത്രമാണ് മുൻപിലുള്ള ഏകൊരു വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു വഖഫ് ഭേദഗതി ബിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കോളിളക്കങ്ങളാണ് ഇനി ഇതിന്റെ പേരിൽ സംഭവിക്കാൻ പോകുന്നത്? അതിൽ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രം മതി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കഴിഞ്ഞ ദിവസം ഏറെ വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും ഒടുവിൽ രാജ്യസഭയിലേത് നമ്മൾ കണ്ടതാണ്. വീണ്ടും ഒരു ഭരത്ചന്ദ്രൻ IPS രാജ്യസഭയിൽ സംസാരിക്കുന്ന പോലെ ആയിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കാരണം വളരെ നിശ്ചിതമായി ഒരു ബന്ധവുമില്ലാതെ ഒരു എമ്പുരാനെയൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവന്നുള്ള സംസാരമായിരുന്നു, പ്രസംഗമായിരുന്നു ജോൺ ബ്രിട്ടാസ് നടത്തിയത് MP. അദ്ദേഹത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്, ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അവസാനം അത് സിനിമയിലേക്കൊക്കെ തന്നെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ആദ്യഘട്ടത്തെ ഒരു എതിർപ്പ് വന്നതിന് ശേഷമാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPCക്ക് ഇത് വിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ തന്നെ ഇത് പാസ്സായിരിക്കുന്നത്, രാഷ്ട്രപതിയുടെ അനുമതിക്കായി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് പാസ്സാവുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല, നിയമമായി പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ആകെ വെട്ടിലായിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ്. മുനമ്പത്ത് മാത്രമല്ല, നിരവധി മേഖലകളിൽ ഇതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ മുനമ്പത്ത് 100 കുടുംബങ്ങളെ ബാധിക്കുന്നതുകൊണ്ടാണ് വലിയ തോതിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് 20ഓളം MP നമുക്കുണ്ട്. രാജ്യസഭ കൂട്ടുന്നില്ല, ലോക്സഭയുടെ കാര്യമാണ് പറയുന്നത്. 20 MP ഒരാൾ BJP പ്രതിനിധി, ബാക്കി 19 MP അതിലൊരാൾ CPM മറ്റ് കോൺഗ്രസ് MP. അപ്പോൾ ഈ 19 പേരും ലോക്സഭയിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം, വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പലരും പറയാത്തതിനെക്കുറിച്ച്, പലരും പറഞ്ഞതിലെ അപാകതകളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ വിമർശിച്ച് വരുന്നുണ്ട്. ഇനി ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി അടക്കം, കാരണം ദേശീയ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ MP ആയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി അവിടെ എന്ത് ചെയ്തു, എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന് പിന്നാലെ പലരും ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി മൗനം പാലിച്ചിരുന്നതും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാതെ പോയി വോട്ട് ചെയ്തതുപോലെയുള്ള പ്രവണതകളും ഇതൊക്കെ തന്നെ പലരും വിമർശിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇനി ശരിക്കും ഇതിൻ്റെ ഒരു വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് വഖഫ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് ഒരുവിധം അറിയാവുന്നതാണ്. എന്നിരുന്നാലും ചെറിയൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡുണ്ട്, 2 തരത്തിലുള്ള ബോർഡാണുള്ളത്. ഒന്ന് വഖഫ് ബോർഡ് കേരളത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉള്ളതുപോലെ, കേരളത്തിലുള്ളതുപോലെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും തലപ്പത്തായി കേന്ദ്രത്തിൻ്റെതായി ഒരു വഖഫ് കൗൺസിലും ഉണ്ട്. പക്ഷേ ഇതിലെ പ്രത്യേകത എന്ന് പറയാം, മറ്റ് സ്ഥാപനങ്ങളെ പോലെയൊന്നുമല്ല. ഇത് പൂർണ്ണമായിട്ടും മതകാര്യ മേഖലയിലെ പണ്ഡിതന്മാരും മറ്റുമൊക്കെ അടങ്ങുന്ന ഒരു സമിതിയാണ്. ഇനിയിപ്പോൾ ഞാൻ വഖഫ് ബോർഡാണെന്ന് വെക്കുക, ഞാനിപ്പോൾ ഒരിടത്തേക്ക് പോകുന്നു, ഈ ഭൂമി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് വഖഫിൻ്റെ ആണെന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വഖഫിൻ്റെ സ്വത്താണ്. അത് പിന്നെ എതിർത്ത് പറയാനോ അതിന്മേൽ ഒരു അവകാശം സ്ഥാപിക്കാനോ മറ്റാർക്കും യോഗ്യത പോലുമില്ല. പിന്നെ അല്ലാന്ന് തെളിയിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്, ഒരിക്കലും എൻ്റെ ഉത്തരവാദിത്വമല്ല. ഞാൻ പറയുകയാണ് ഇത് വഖഫിൻ്റെ ആണ്, നമ്മൾ ഇന്നിരിക്കുന്ന മലയാളി വാർത്ത ഇത് വഖഫിൻ്റെ ആണെന്ന്, ഞാൻ വഖഫ് ബോർഡിലെ ഒരാളാണ്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ MDക്കാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവകാശിക്കാണ്. അത് തെളിയിക്കാനായിട്ട് അവർക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല. മറ്റ് സിവിൽ കേസുകൾ പോലെ കോടതിയിൽ പോകാനായി സാധിക്കില്ല. അതാണ് ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. ഇതിലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ബില്ല് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൂടി പറയാനുള്ളത്. അവർക്ക് വഖഫിൻ്റെ തന്നെ ഒരു ട്രൈബ്യൂണലുണ്ട്, അവിടെയാണ് പോകുന്നത്. എന്നാൽ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ ഇരിക്കുന്ന ആരൊക്കെയാണ്? വഖഫ് ബോർഡ് പറയുന്നത് തന്നെയാണ് ട്രൈബ്യൂണലും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും പറയാൻ അവിടെ സാധിക്കില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നാലും അതിനെയൊക്കെ സാധൂകരിക്കാനായിട്ട് അവരുടെ പക്കൽ വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് മറ്റൊരു വശം. ഇതിൻ്റെ ഒരു ഇരുൾ മേഖല എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ സ്ഥാപിക്കാനായി സാധിക്കില്ല. പക്ഷേ ഹൈക്കോടതി നമുക്ക് പോകാനായി സാധിക്കും. ഹൈക്കോടതി ഇതിനെ വിമർശിച്ചുകൊണ്ടല്ല, ഹൈക്കോടതിയിലേക്ക് ഇതൊന്ന് ബോധിപ്പിക്കാൻ സാധിക്കും. ഹൈക്കോടതി ഇത് കേൾക്കണം, എന്നാൽ മാത്രമേ അത് കേൾക്കണമോ വേണ്ടയോ ഒന്നുകൂടി തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിലൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തവണ വൺസ് എ വഖഫ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് വഖഫ് എന്ന് തന്നെയാണ്. അതായത് ഒരു തവണ വഖഫ് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതൊന്നും തിരിച്ചെടുക്കാനായി സാധിക്കത്തില്ല. നമുക്കിപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ കുറച്ച് റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ നോക്കിയപ്പോൾ
ഉത്തർപ്രദേശിലും അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ പല മേഖലകളിലായി പല പ്രോപ്പർട്ടികളിലായി ഈ അടുത്ത് സംഭവിച്ചിരിക്കുന്ന പല ക്ലെയിമുകളും ഇതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വരുന്നത്. മുൻപത്തെ വിഷയം നോക്കുകയാണെങ്കിൽ മുൻപത്തെ വിഷയത്തിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായിരിക്കും വഖഫിന് മുമ്പും അല്ല ഈ പുതിയ ഭേദഗതിക്ക് മുമ്പും ഇതിന് ശേഷം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മുൻപത്തെ കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 404 ഏക്കർ സ്ഥലം, അവിടെ ഒരു 600-ഓളം വരുന്ന കുടുംബം, അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇനി വഴിയാധാരമായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ബില്ല് വന്നപ്പോൾ, ഈ അമെൻമെൻറ്റ് വന്നപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ത് ക്ലെയിം ഉണ്ടായിരുന്നാലും അതിനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത്. നേരത്തെ പറഞ്ഞത് മുൻകാല പ്രാബല്യമില്ല, ഇനി മുതലുള്ള കാര്യങ്ങളെ വിമർശിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് വേണം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അതിനകത്ത് ഒരു മാറ്റം വരുത്തിയിരിക്കുന്ന സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 ആയിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ക്ലെയിം ചെയ്യാനുള്ള അധികാരം, അതിന്മേൽ അവകാശം സ്ഥാപിക്കാൻ അവർക്ക് വാമൊഴി തന്നെ അവർക്ക് പറയാൻ സാധിക്കും, ഇത് വഖഫാണ് എന്ന് പറയാൻ സാധിക്കും. അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഈ വഖഫ് എന്ന് പറയുന്നത് നേരത്തെ മുതലേ 1900 കാലഘട്ടം മുതലേ നിലനിൽക്കുന്ന ഒരു ബോഡിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ അവർ തന്നെ ഒരു മുസ്ലിം ബോർഡ് പോലെ രൂപീകരിച്ചിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അതിനെ പ്രത്യേകം ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചതെന്ന് പറയുമ്പോൾ 1953 മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇതിനെ ഒരു കൗൺസിലാക്കി മാറ്റിയിരുന്നു. പക്ഷേ വ്യക്തമായി ഇതിനെ മൊത്തം പൊളിച്ചെഴുത്തി 1995 ശേഷമാണ് കൃത്യമായൊരു വഖഫ് ആക്റ്റൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും 2013 അമെൻമെൻറ്റിൽ ചില തിരുത്തുകൾ വരുത്തിയിരുന്നു. ഇതിലൊരു സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട പല തിരുത്തുകളും വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് 2024 നമ്മുടെ അമെൻമെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം അത് സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്, രാഷ്ട്രപതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുൻപത്തെ കേസ് പറയുകയാണെങ്കിൽ നേരത്തെ 1902 തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് അവിടെ കൊച്ചിയിലേക്ക് എത്തിയ, അതായത് ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയ ഒരു സത്താർ സേട്ട്, അബ്ദുൽ സത്താർ സെറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇതിന് കൃത്യമായ രേഖകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും പല പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഒരു വാദമല്ലാതെ പല വാദങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്ന് പാട്ടത്തിനെടുത്ത ഭൂമി അതായിരുന്നു ഈ പറയുന്ന മുനമ്പം ഉൾപ്പെടെ വരുന്ന മേഖലയെന്ന് പറയുന്നത്. അന്ന് പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക വ്യാപാര പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പിൻഗാമിയായി പറയപ്പെടുന്ന സിദ്ദിഖ് സേട്ടിന് 1947 ഇത് കൈമാറുകയാണ് ചെയ്തത്. സിദ്ദിഖ് സേട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു 1950 ആയപ്പോൾ ഇതിൻ്റെ അവകാശം നേടിയെടുക്കുകയും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞല്ലോ, ഇതിൻ്റെ അവകാശം നേടിയെടുത്ത് ഇത് 404 ഏക്കർ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് കൊടുത്തേ തന്നെ പല ഇത് നിൽക്കുന്നുണ്ട്. ഇഷ്ടദാനം കൊടുത്തതാണ്, വഖഫ് ചെയ്തതാണ്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആരും ഇതിനെക്കുറിച്ച് വേറെ സംസാരങ്ങളോ അന്നെന്താണ് സംഭവിച്ചതെന്നോ അതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഫാറൂഖ് കോളേജിനാണ് ഇതന്ന് കിട്ടിയത്. ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്ന് അവർക്ക് അവരുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അന്ന് അവർക്കിത് കിട്ടിയ സമയം തൊട്ട് തന്നെ ഫാറൂഖ് കോളേജും അതുപോലെ അന്ന് അവിടെ താമസിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരും തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിരന്തരം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു, കേസും വഴക്കുമായി മുന്നോട്ട് പോകുന്നു, അതിൽ പല പ്രശ്നങ്ങളും വരുന്നു. ഇന്നത്തെ പോലെ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ അധികാരത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനോ അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും തന്നെ അതിനകത്തില്ലായിരുന്നു. കാര്യം അതൊക്കെ വരുന്നത് 95 ശേഷമാണല്ലോ. അപ്പം ഏകദേശം ഒരു 1962 അന്ന് പറവൂർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും അതുപോലെ തന്നെ ഫറൂഖ് കോളേജും തമ്മിലുള്ള ഒരു കേസ് വന്നു. അതായത് പിന്നീട് ഈ കേസ് ഹൈക്കോടതിയിലടക്കം 72 മറ്റോ ആണ് ഹൈക്കോടതിയിലടക്കം എത്തിയിരുന്നു. അത്തരത്തിൽ വലിയൊരു വിഷയമായി വന്നിരുന്നു. പിന്നീട് അവർ തന്നെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നിരുന്നു. ഫറൂഖ് കോളേജ് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നിരുന്നു. ഇന്ന് ഫറൂഖ് കോളേജ് എവിടെയാണെന്ന് നമുക്കറിയാം. അതങ്ങനെ ആയതിൻ്റെ കാരണവും അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് എന്ത് ചെയ്തു, ഈ 404 ഏക്കർ അവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനായി തയ്യാറായി. അവർ പണം കൊടുത്ത് എന്ത് ചെയ്തു, ശ്രദ്ധിക്കണം, പണം കൊടുത്ത് അവർ വസ്തു വാങ്ങി. ഫറൂഖ് കോളേജ് എന്ത് ചെയ്തു, പോയി. അപ്പോൾ നിലവിൽ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജിന് അത് വിൽക്കാനുള്ള അധികാരമില്ല. കാര്യം ഫറൂഖ് കോളേജിന് ഇഷ്ടദാനം കൊടുത്തു എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇഷ്ടദാനം കൊടുത്താൽ അവർക്ക് ക്രയവിക്രയം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടദാനം അല്ല, അത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടിയാണെന്നാണ് പറയുന്നത്. വഖഫ് ചെയ്ത പ്രോപ്പർട്ടിക്ക് പ്രത്യേകിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ ചെയ്യാം, ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്യാം, ചാരിറ്റി പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് വഖഫ് ഭൂമി വെച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. വഖഫ് ഭൂമിക്ക് ഒരു അധികാരിയില്ല, ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ എനിക്കൊരു ഭൂമിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആർക്ക് വിൽക്കാം, എനിക്ക് ആർക്കെങ്കിലും ഇഷ്ടദാനം കൊടുക്കാം.
അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ചെയ്യാം. പക്ഷേ ഇവിടെ അതൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ ആ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ആദായം ലഭിക്കുകയാണെങ്കിൽ അതും ഈ പറയുന്ന പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്കോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വിനിയോഗിക്കാനായി സാധിക്കും. മറ്റാർക്കും അത് വീതിച്ചെടുക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇത് വഖഫ് അവിടെ തെറ്റിയിരിക്കുന്ന ഫറൂഖ് കോളേജാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്ലെയിം വന്നപ്പോൾ ഫറൂഖ് കോളേജ് മൗനം പാലിച്ചത്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രതിസ്ഥാനത്ത് വരുന്ന ആരായിരിക്കും? അവരായിരിക്കും. ഇനി മറ്റൊരു വിഷയം, ഇതെങ്ങനെയാണ് ഈ മുനമ്പത്തെ ജനത അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ പേര് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിന്നു. അങ്ങനെ ഈ വഖഫ് സംരക്ഷണ സമിതി 2008 വലിയ തോതിൽ വീണ്ടും ഇതേപോലുള്ള കാര്യങ്ങൾ ചകഞ്ഞെടുക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോൾ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി VS ആയിരുന്നു. ഇതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി. എന്നിരുന്നാലും ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ്. VS ആയിരുന്നു. VS എന്ത് ചെയ്തു, ഒരു കമ്മീഷനെ നിയോഗിച്ചു, നിസാർ കമ്മീഷൻ. 2008 നിസാർ കമ്മീഷൻ അന്വേഷണം നടത്തി. അത് പരിശോധിച്ചൊക്കെ വന്നപ്പോൾ ഇത് വഖഫ് ഭൂമിയാണെന്ന് എന്ത് ചെയ്തു, തീർച്ചപ്പെടുത്തി. അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ആർക്ക് കൊടുത്തു? സർക്കാരിന് കൊടുത്തു. പക്ഷേ സർക്കാർ അതിന്മേൽ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും തന്നെ പോയിരുന്നില്ല. കാര്യം അറിയാം, ഇന്നുണ്ടാകുന്ന വിഷയം ഒന്നുണ്ടാകുമായിരുന്നു, 2008 സംഭവിക്കുമായിരുന്നു ഒരു പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ. ശേഷം 2013 മറ്റോ ഹൈക്കോടതിയിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി പോവുകയും അതേക്കുറിച്ച് അന്വേഷിച്ച് വഖഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ, നിയമപരമായി നോക്കുകയാണെങ്കിൽ. അത് തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കാനായെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു. അത് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നടത്തുകയാണ്. പക്ഷേ മുനമ്പംകാർ ആരോപിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഇതെങ്ങനെ അവരറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വസ്തുവിൻ്റെ കരമടയ്ക്കാനായിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ മറ്റുമൊക്കെ പോകുമല്ലോ. അങ്ങനെ പോയപ്പം അവിടെ ഓഫീസർമാർ പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ കരമടയ്ക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, വർഷാവർഷങ്ങളായി കരമടച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ അവകാശി നിങ്ങളല്ല. അങ്ങനെയാണ് അവർ അന്വേഷിച്ചത്, ആരാണ് പിന്നെ ഇതിൻ്റെ അവകാശി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വഖഫിൻ്റെ ഭൂമിയാണ്, വഖഫിൻ്റെ സ്വത്താണ്. അതിൽ നിങ്ങൾ അനധികൃതമായി താമസിക്കുകയാണ്, അത് കയ്യേറിയതാണ് എന്ന രീതിയിലുള്ളൊരു അഭിപ്രായം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് മുനമ്പം സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിക്കുകയും ഇതിനെതിരെ നിയമ പോരാട്ടമൊക്കെ നടത്തുകയൊക്കെ ചെയ്തത്. അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് വരുമെന്ന് കണ്ടപ്പോൾ അവരുടെ ഭൂമിയൊക്കെ തന്നെ തിരിച്ചു പിടിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെയുള്ള നിൽക്കുന്നത്. ഇന്ന് അവിടെ താമസിക്കുന്ന ഈ 600 കുടുംബങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അന്ന് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചെടുത്തവരുണ്ട്, വാങ്ങിച്ചതിന് ശേഷം അത് വിറ്റുപോയവരുണ്ട്, അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ താമസിക്കുന്നവരാണ്. പക്ഷേ അവരാരും നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരാരും അനധികൃതമായിട്ട് കുടിയേറിയവരല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പക്ഷേ അതിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുന്നത്, അത് വഖഫ് ചെയ്ത ഭൂമിയാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം, വഖഫ് എന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ രേഖകളോ അതിൻ്റെ മറ്റ് ഇതോ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊരു ഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഭൂതർക്കങ്ങളും മറ്റുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്, വസ്തുതർക്കം, അതുപോലെ പല വിഷയങ്ങളും. അതിനൊക്കെ തന്നെ കൃത്യമായ രേഖകളുണ്ട്. ഒരു വിഷയമായിട്ട് പോയി കഴിഞ്ഞാൽ മുന്നാധാരം പിന്നാധാരം അങ്ങനെ പല രീതിയിൽ നമ്മൾ പല ഓഫീസുകളിലും വഴിമുട്ടിക്കുന്നതും അതുപോലെ വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. ഒരുവിധം കോടതികളിൽ നടക്കുന്ന കേസുകളൊക്കെ ഈ വസ്തുതർക്കത്തിൻ്റെ പേരിലും മറ്റുമൊക്കെ ഉള്ള കേസുകളാണ്. ഇപ്പോഴും തീർപ്പാവാതെ വർഷങ്ങളോളം കിടക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാതൊരു ആധാരങ്ങളും ഇല്ലാതെ, ഒരു തെളിവും സമർപ്പിക്കാതെ ഒരാൾക്ക് ഒരു കൗൺസിലിന് അല്ലെങ്കിൽ ഒരു ബോർഡിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു അധികാരം കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച നടപടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ BJP ശക്തമായി ഇതിനെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു, ആ നിയമത്തിലൊരു പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വഖഫിൻ്റേതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പഴയ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റേതല്ലേ. ഇന്ന് നമ്മുടെ രാജകുടുംബം വന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, തിരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിതുപോലെ വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവർ പറയുന്ന സ്ഥലങ്ങൾ അവർ തിരിച്ചു കൊടുക്കുമോ എന്നുള്ളതും എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയത്. പക്ഷേ രാജഭരണത്തിന് മുമ്പുള്ള നിയമമല്ല സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ളത് എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു വശം കൂടിയാണ് ചിന്തിച്ചു നോക്കേണ്ടത്. ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്തൊക്കെ വലിയ ആഘോഷമാണ് നടന്നത്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കൊക്കെ തന്നെ ജയ് വിളിച്ച് അവിടെ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോഴും പറയുന്നത് അവിടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതിനവർ പറയുന്ന കാരണം റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ അവരുടെ സമരം അവിടെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഇനി അത് പ്രാവർത്തികമാകും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ചെയ്തതുപോലെ അവർക്ക് അവരുടെ ഭൂമിയാണെന്ന് ഉള്ള ഒരു ഉറപ്പ് കിട്ടുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം വന്നതുകൊണ്ട് അവർക്ക് ഭൂമി നാളെ കിട്ടും എന്നല്ല അർത്ഥം. അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അവരുടെ പോരാട്ടത്തിന് ഒരു കരുത്ത് പകരുന്നതാണ്, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ
ഉള്ളൊരു അവസരം ഒരു ബോഡിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ അമെൻമെൻറ്റിൽ പറയുകയാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് അതിൻ്റെ അധികാരം ലഭിക്കുന്നതാണ്. നേരത്തെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ സുതാര്യമായി അതിനെ പരിഗണിക്കാവുന്നതാണ് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് ഇപ്പം സിവിൽ കേസുകൾ ഹൈക്കോടതിയിൽ പോവാം, അതിനുള്ള ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലും ന്യായമായൊരു അവകാശം, അതിപ്പോൾ ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഇപ്പോൾ വകഭൂമിയായി ബന്ധപ്പെട്ട് മുസ്ലിംസ് അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവരുടെ ഭൂമി നഷ്ടപ്പെടുമല്ലോ. ഞാൻ മുനമ്പത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഇതുപോലെ വഖഫ് ചെയ്യപ്പെട്ട പല പ്രോപ്പർട്ടികളുടെയും കാര്യം പറയാം. പല ക്ഷേത്രങ്ങളും വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്, കർണാടകയിൽ സംഭവിച്ചാൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പുരാതന നമ്മൾ മ്യൂസിയം പോലെ കണക്കുകൂട്ടുന്ന പല മേഖലകളും, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണെന്ന് കരുതുന്ന പല സ്ഥലങ്ങളും, ഗവൺമെൻറ് പ്രോപ്പർട്ടികളും ഇതൊക്കെ തന്നെ വഖഫ് പ്രോപ്പർട്ടിയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു മാറ്റം വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇനി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ സാധിക്കില്ല. ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ, അതിന് മേലെ ഒരു ക്ലെയിമും ഇനി മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ് ഒരു വശം. ഇനി ഇവർ ഈ പറഞ്ഞ റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇനി കരമടയ്ക്കാൻ സാധിക്കണം, അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കണം, അത് ക്രയവിക്രയം നടത്താൻ സാധിക്കണം. ഇപ്പോൾ അവിടെ ഒരുപാട് പേരുടെ കല്യാണം, അതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ലോൺ അപേക്ഷിച്ച് പോകുമ്പോൾ ഈ വസ്തുമേ നിങ്ങൾക്ക് ലോൺ തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, കാര്യം ഇത് നിങ്ങളുടെ വസ്തുവല്ല, ഇത് വഖഫിൻ്റേതാണ്. ഇനി ഈ വസ്തു വിറ്റിട്ട് മറ്റെവിടത്തെങ്കിലും മാറി താമസിക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക ഉദ്ദേശിക്കുന്നവർ, മറ്റ് ചികിത്സയും മറ്റുമായി ബന്ധപ്പെട്ട് പണം സമാഹരിക്കാൻ നോക്കുന്നവർ, അവർക്കൊന്നും പണം കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് വിൽക്കാനോ മറ്റാർക്കെങ്കിലും കൊടുക്കാനോ സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഈ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ പറ്റൂ. അത് ഈ ഒരു മുനമ്പം മാത്രമല്ല, ഇന്ത്യയിൽ ഇതുപോലെ ഒട്ടനവധി മുനമ്പങ്ങളുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. ഇപ്പോൾ തമാശയായിട്ടൊക്കെ ആണെങ്കിൽ പോലും വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ വിഷയം തുടങ്ങിയ സമയത്തെ പറയുന്നതാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തും അല്ലെങ്കിൽ അതിൻ്റെ അവകാശമുള്ളൊരു കൗൺസിൽ എന്ന് പറയുന്നത് അത് വഖഫാണ്. ഏറ്റവും അധികം വസ്തു കൈവശമുള്ളത് വഖഫിനാന്ന് പറയാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത്രയധികം ഭൂമി എന്ന് പറയുമ്പോൾ ഏകദേശം 1.2 ലക്ഷം കോടി രൂപയുടെ വർത്ത് പ്രോപ്പർട്ടീസാണ് ഇതുവരെ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്കുണ്ട്. എന്തിനേറെ പറയും, നമ്മുടെ ഒരുപാട് സർക്കാർ മേഖലകളും സർക്കാർ ഭൂമിയും ഒക്കെ തന്നെ വഖഫിൻ്റേതാണെന്ന് ഇപ്പോഴും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയും പുതിയ ക്ലെയിമുകൾ വന്നേക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ. ഒരു തവണ ഞാനും കേട്ടിട്ട് അംബാനിയുടെ സ്ഥലം പോലും ഇത്തരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊന്നും ചെയ്യാനായി സാധിക്കില്ല. അവർക്ക് പോലും എങ്ങ് പോയി വാദിക്കാനോ അതിനെതിരെ നിയമപോരാട്ടം നടത്താനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇരുണ്ട വശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനെ പോസിറ്റീവായി കാണുക. പിന്നെ ഈ പ്രധാനമായിട്ട് ഉയർത്തുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള, അത് സത്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവമല്ല. സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ അതിനെ പല രീതിയിൽ വളച്ചൊടിക്കാനും വ്യാഖ്യാനിക്കാനുമായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരിക്കലും ഒരു സമുദായത്തിനെതിരല്ല, അല്ലെങ്കിൽ ഇത് അവരുടെ സ്വത്ത് കയ്യേറാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനുവേണ്ടി വാദിക്കുന്നവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഒരു ദിവസം നിങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭൂമി ഇത് ഇത്രയും വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാണോ, അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിയതാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടേതല്ല, നിങ്ങൾ നാളെ മുതൽ അനാഥരാണ്, നിങ്ങൾക്ക് ഇതിന്മേൽ ഒരു ക്ലെയിമും ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വികാരം ഒന്ന് മാനിച്ചു നോക്കുക. അതിൽ ഒരു സമുദായത്തെ നോക്കേണ്ട ആവശ്യമില്ല, മതത്തെയും നോക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലേക്ക് നോക്കിക്കാണുക. സിവിൽ റൈറ്റ്സ് എന്ന രീതിയിൽ തന്നെ നോക്കുക. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു നിയമം അത് ആവശ്യമാണോ എന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു താല്പര്യം.